നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കലോത്സവം 3-ാം ദിവസവും പോരാട്ടവീര്യത്തോടെ കുട്ടികൾ വിവിധ ഇനങ്ങളിൽ മാറ്റുരയ്ക്കുന്നു. ഒല്ലൂർ സെന്റ് ആന്റണീസ് പള്ളിയിലെ മാലാഖയെ വണങ്ങാനും ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കുവാനും 10,000 എത്തുന്നു. തെക്കുംകര പഞ്ചായത്തിലെ ആറ്റുപുറം റോഡ് MLA സേവ്യ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മുടിക്കോട് പൊങ്ങണങ്ങാട് റോഡ് നിർമ്മാണം, മാടിക്കത്ര ചിറക്കാക്കോട് റീച്ചിന്റെ പണികൾ അതിവേഗം പുരോഗമിക്കുന്നു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഈ മാസം 28-ന് വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ് അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കലോത്സവം പോരാട്ടവീര്യത്തിന്റെ 3-ാം ദിവസം. മുക്കാട്ടുകരയിൽ നടക്കുന്ന തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിന്റെ 3-ാം ദിവസമായ ഇന്ന് വിവിധ ഇനങ്ങളിലായി പോരാട്ടവീര്യത്തോടെ വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്നു. മോഹിനിയാട്ടം, കേരള നടനം, നാടൻപാട്ട്, വഞ്ചിപ്പാട്ട്, ദേശഭക്തി ഗാനം, കഥാകഥനം, നാടകം, പാടകം തുടങ്ങിയ മത്സരങ്ങളാണ് വിവിധ വേദികളിൽ അരങ്ങേറുന്നത്. 4 നാൾ നീണ്ടു നിൽക്കുന്ന ഉപജില്ലാ കലോത്സവ മാമാങ്കത്തിന് സമാപന സമ്മേളനത്തോടെ നാളെ തിരശ്ശീല വീഴും. ഒക്ടോബർ 25-ന് വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ MLA P ബാലചന്ദ്രൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണ്. പ്രസ്തുത ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി മുഖ്യാതിഥിയായിരിക്കും. And you don't have to try so hard to leave this work so good. We are all family and we always love you no matter what.
गोदर विध स्नेहपूर्ण सामोदमेव वसन्ति स्म सन्ततं दारा समेता निकेतनेते सर्वेऽपि ते एकमनस्का सन्दा निजकर्मणि लगान सागमेकस्मिन्नेव भवने न्यवसन् तद्देशस्य राजभवन मठमन्दिरप्रसादादि सर्वाण्यपि तेषां कर्म नैपुण्य मगुडोदाहरणानि आसन् नव्य नवशिला निर्मिता शिल्पवत् तेन वसोतरा शिल्पकारा दारैकिलोत्तमै आनन्दपूर्वगमेगत्रवा Maya may be the keys to banish all technology, but to remember these to realize messy moments. Maybe tomorrow after I finish my final level. After that, we can try make a pizza from scratch with grandma. I like that very much, Beta. And maybe I will teach you how to hit a flat tire iron just in case the Wi-Fi goes down for good. Look at that, Maya. Real connection, blossoming ambience. Pizza crumbs. Maybe our offline rehearsals wasn't a complete disaster after all. We might not have mastered the cooking, but we managed to have a few real conversations and ordered a vegetable pizza. And maybe, just maybe, tomorrow we can find our balance. Everything in its time, Mitchell. Sometimes ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ തിരുനാൾ ഭക്തിസാന്ദ്രം മാലാഖയെ വണങ്ങുവാൻ എത്തിയത് പതിനായിരങ്ങൾ. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ 189-ാം തിരുനാൾ വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് നടന്ന പൊന്തിഫിക്കൽ കുർബാനയ്ക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികനായിരുന്നു. തുടർന്ന് തിരുനാളിന്റെ പ്രധാന ചടങ്ങായ കൂടുതുറക്കൽ ശുശ്രൂഷ നടത്തി. തിരുസ്വരൂപം പള്ളിയിലെ ചെറിയ അൾത്താരയിൽ നിന്നും ഇറക്കി വാദ്യഘോഷങ്ങളുടെയും പൊൻകുരിശുകളുടെയും മുത്തുകുടകളുടെയും അകമ്പടി എഴുന്നള്ളിച്ച് പ്രത്യേകം തയ്യാറാക്കിയ പവലിയനിൽ പ്രതിഷ്ഠിച്ചതോടെ തിരുനാളിന് തുടക്കമായി. വൈകിട്ട് 6 നേർച്ച ഭക്ഷണ ആശീർവാദവും വിതരണവും ആരംഭിച്ചു. വിവിധ മേഖലകളിൽ നിന്നുള്ള വള എഴുന്നള്ളിപ്പുകൾ രാത്രി 12 മണിയോടെ പള്ളിയിലെത്തി സമാപിച്ചു. തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടായിരുന്നു. തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ 10 നടത്തിയ ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. വൈകിട്ട് 3 ഇടവകയിലെ വൈദികർ ചേർന്ന് അർപ്പിക്കുന്ന കുർബാനയും തുടർന്ന് ഭക്തിസാന്ദ്രമായ തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായി. തിരുനാൾ ചടങ്ങുകൾക്ക് പള്ളി വികാരി, പള്ളി ഭരണസമിതി അംഗങ്ങൾ, വിവിധ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഈ മാസം 28-ന് വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തോടെ തൃശൂർ മൃഗശാലയുടെ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്നും മൃഗശാലയിലുള്ള മാനുകൾ ഒഴികെയുള്ള മുഴുവൻ മൃഗങ്ങളെയും ഉടൻ പുത്തൂരിലേക്ക് മാറ്റുമെന്നും സഫാരി പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയായാൽ മാനുകളെയും പുത്തൂരിലേക്ക് എത്തിക്കാനാണ് പദ്ധതിയെന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമെല്ലാം മൃഗങ്ങളും മറ്റ് ജീവജാലങ്ങളും പുത്തൂരിലെത്തിക്കുന്ന നടപടികൾ ഉടൻ നടത്തുമെന്നും തുടർന്ന് സുവോളജിക്കൽ പാർക്കിലേക്ക് പുതിയ മൃഗങ്ങളെയും പക്ഷികളെയും ഒരുകങ്ങളെയും എത്തിക്കും. ഹോളോഗ്രാം സൂ, പെയിന്റിംഗ് സൂ തുടങ്ങിയവയെല്ലാം സഫാരി പാർക്കിനൊപ്പം ആരംഭിക്കുമെന്നും തൃശൂർ മൃഗശാല അടയ്ക്കുന്നതോടെ അവിടുത്തെ സ്ഥിരം ജീവനക്കാരെ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി നിയമിക്കും. സാധാരണ മൃഗശാലകളിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേകം ആവാസ വ്യവസ്ഥകൾ ഒരുക്കിയാണ് സുവോളജിക്കൽ സജ്ജമാക്കുന്നത്.
ഉദ്ഘാടന ചടങ്ങിന്റെ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. 2 വേദികളാണ് നിർമ്മാണം നടത്തുന്നത്. കൂടാതെ റോഡിന് ഇരുവശത്തും ദീപാലങ്കാരങ്ങളുടെ പണികളും റോഡരികിലെ കാട് വെട്ടി വൃത്തിയാക്കലും അവസാന ഘട്ടത്തിലാണ്. സുവോളജിക്കൽ പാർക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അടലരസൻ, സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ BN നാഗരാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പക്ഷേ ഒഫീഷ്യലി ഈ ഒക്ടോബർ 28 ശരിക്ക് കേരളത്തിൽ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് പുത്തൂരിൽ സ്ഥാപിതമാകും. അതിൻ്റെ ഒരു സൊസൈറ്റി രൂപീകരണവും മന്ത്രിസഭയുടെ പരിഗണനയിലാണ്. അതിൻ്റെ ബൈലോ ഒക്കെ റെഡിയാണ്. അതോടെ കഴിയുമ്പോൾ ഇതൊരു സൊസൈറ്റി ആയിട്ടായിരിക്കും നമ്മൾ ഭാവിയിൽ പ്രവർത്തിപ്പിക്കുക. അപ്പം ഭരണപരമായ സ്വാതന്ത്ര്യം കൂടുതലുണ്ടാവും, ഓട്ടോണോമി ഉണ്ടാവും, അതിനൊരു ഗവേണിംഗ് ബോഡി ഉണ്ടാവും. ആ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് വനംവകുപ്പ് മന്ത്രി ചെയർമാനായിട്ടുള്ള ഗവേണിംഗ് ബോഡിയാണ്. സ്ഥലം MLA, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവരെല്ലാം അതിലെ അംഗങ്ങളാണ്. ഉദ്യോഗസ്ഥന്മാരുണ്ട്, സാങ്കേതിക വിദഗ്ധരുണ്ട്. അപ്പോൾ ആ ഒരു രൂപത്തിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു ഭരണ സംവിധാനമുള്ള ഒരു സുവോളജിക്കൽ പാർക്കായിട്ട് ഇത് മാറാനുള്ള തീരുമാനങ്ങളും ആ തീരുമാനങ്ങൾക്ക് വേണ്ടിയുള്ള നടപടികളുമാണ് ഇതുവരെ നമ്മൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ കഴിയുമ്പോൾ നിങ്ങളുടെ ജനുവരിയോടുകൂടെ ഈ സുവോളജിക്കൽ പാർക്ക് പൂർണ്ണമായ രൂപത്തിൽ ഇത് പ്രവർത്തനം ചെയ്യും. കേരള സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 27 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച തിക്കുങ്കര ഗ്രാമപഞ്ചായത്ത് ആറ്റുംപുറം റോഡ് വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. തെക്കുങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമാലക്ഷ്മി, വാർഡ് അംഗവും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം PR രാധാകൃഷ്ണൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ആറ്റുപുറം റോഡ് MLA എന്ന രീതിയിൽ ഞാൻ 2ാമത്തെ വട്ടമാണ്. നേരത്തെ നമ്മൾ ഫോറസ്റ്റ് മേഖല ഞങ്ങളുടെ ഒരു ആദ്യഘട്ടത്തിലാണ്. അതിൻ്റെ പുറകിലൊരു ചരിത്രമുണ്ട്. ഫോറസ്റ്റ് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് പ്രത്യേകമായി തൃശൂർ കോർപ്പറേഷൻ മുല്ലക്കര ഡിവിഷനിലെ ജീവിച്ചിരിക്കുന്ന വോട്ടർമാരായ ലക്ഷ്മി ഇറ്റാമൻ, കൊച്ചുമറിയം, സുബ്രഹ്മണ്യൻ തുടങ്ങിയവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനു വേണ്ടി ഇവർ മരിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തി CPM കോർപ്പറേഷൻ കൗൺസിലർ അനീഷ് അഹമ്മദ് കത്ത് നൽകിയിരിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം കമ്മിറ്റിയുടെ അന്വേഷണത്തിൽ ഇവരെ കണ്ടെത്തുകയും ഇവരോട് കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ഇവരോട് സംസാരിച്ച് വീഡിയോ എടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുവാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം പ്രസിഡന്റ് MU മുത്തു, കോർപ്പറേഷൻ സെക്രട്ടറി, ജില്ലാ കളക്ടർ തുടങ്ങിയവർക്ക് പരാതി നൽകി. കൗൺസിലറുടെ നേതൃത്വത്തിൽ നേരത്തെയും ഈ ഡിവിഷനിലെ 600ഓളം വോട്ടർമാരെ നീക്കം ചെയ്തതിന് പരാതി നൽകിയിരുന്നു. ഇതിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ നടത്തുകയും പരാതി നൽകുകയും ഉണ്ടായി. എരവിമംഗലം ഗവൺമെന്റ് LP സ്കൂളിൽ പ്രധാനാധ്യാപിക പ്രസന്നകുമാരി ഗുരുജ്യോതി സംസ്ഥാന അധ്യാപക പുരസ്കാരം ഏറ്റുവാങ്ങി. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അധ്യാപകർക്കായി സുഗതവനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഗുരുജ്യോതി പുരസ്കാരമാണ് തിരുവനന്തപുരം ജോയിന്റ് കൗൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദിൽ നിന്നും ഏറ്റുവാങ്ങിയത്. ദീർഘകാല സേവനവും പ്രവർത്തനങ്ങളും, സ്കൂളിൽ കുട്ടികളുടെ എണ്ണത്തിലുണ്ടായ വർധനവും, ആധുനിക സൗകര്യങ്ങൾ, സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഇവയൊക്കെ പരിഗണിച്ചാണ് അവാർഡ്. ഈ വർഷം മികച്ച സ്കൂളിനുള്ള അബ്ദുൾ കലാം സ്റ്റഡി സെന്ററിന്റെ ബെസ്റ്റ് സ്കൂൾ ഓഫ് ദി ഇയർ അവാർഡ്, കുഞ്ഞിന് മാസ്റ്റർ പുരസ്കാരം എന്നിങ്ങനെയുള്ള പുരസ്കാരങ്ങളും ടീച്ചർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയൊരു ഇടവേള. SRK Gold and Diamonds, Kalathot, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി
digital X-ray, ultrasound and color Doppler scanning, modular laboratory, ECG and doctor's consultation. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണിക് കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വീണ്ടും വാർത്തയിലേക്ക്. 2025-27 വർഷത്തേക്കുള്ള DL.Ed കോഴ്സിന്റെ സ്വാശ്രയ TTIകളിലെ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ യോഗ്യത, ആനുകൂല്യം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം നവംബർ 1 രാവിലെ 11 തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിൽ ഹാജരാകണമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. നേരത്തെ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കും. സമയബന്ധിതമായി മറുപടി നൽകിയില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കും. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ. വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗിൽ 32 അപ്പീലുകൾ തീർപ്പാക്കി. വിവരാവകാശ നിയമപ്രകാരം വരുന്ന അപേക്ഷകൾക്ക് പൂർണ്ണതയോടെയും വ്യക്തതയോടെയും മറുപടി കൊടുക്കാമെന്നിരിക്കെ ചെറിയ ശതമാനം ഉദ്യോഗസ്ഥർ സമയബന്ധിതമായി മറുപടി നൽകുന്നതിൽ വീഴ്ച വരുത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സമയബന്ധിതമായി മറുപടി നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ M. ശ്രീകുമാർ തൃശൂർ കളക്ടറേറ്റിൽ നടന്ന ഹിയറിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു. വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്ന അപേക്ഷകൾ സമയബന്ധിതമായി മറുപടി നൽകണമെന്നും അപേക്ഷകൾ തികഞ്ഞ ജാഗ്രതയോടെയും ഗൗരവത്തോടെയും കാണണമെന്നും ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയതായും വിവരാവകാശ കമ്മീഷണർ പറഞ്ഞു.
കളക്ടറേറ്റ് വീഡിയോ കോൺഫറൻസ് ഹാളിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എം ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ഹിയറിംഗിൽ 32 അപ്പീലുകൾ തീർപ്പാക്കി. 33 അപ്പീലുകളായിരുന്നു പരിഗണിച്ചത്. ഉദ്യോഗസ്ഥർ ഹാജരാകാത്തതിനെ തുടർന്ന് ബാക്കിയുള്ള ഒരു അപ്പീൽ അടുത്ത സിറ്റിംഗിലേക്ക് പരിഗണിക്കുന്നതിനായി മാറ്റി. 2 ദിവസങ്ങളിലായി നടന്ന ഹിയറിംഗിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പോലീസ്, വിദ്യാഭ്യാസ വകുപ്പ്, റവന്യൂ എന്നീ വകുപ്പുകളുമായി ബന്ധപ്പെട്ട അപ്പീലുകളാണ് പരിഗണിച്ചത്. മുടിക്കോട് പൊങ്ങണങ്ങാട് റോഡ് നിർമ്മാണവും മാടക്കത്ര ചിറക്കക്കോട് റീച്ചിന്റെ നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുകയാണ്. റോഡ് വീതി കൂട്ടിയതോടെ റോഡിലായ വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുക, മരങ്ങൾ മുറിച്ചു നീക്കുക തുടങ്ങിയ പണികളും അതിവേഗം നടക്കുന്നു. ചിറക്കക്കോട് അമ്പലത്തിന് മുന്നിലെ ആൽമരവും പാണ്ടിപ്പറമ്പ് സെന്ററിലെ ആൽമരവും മുറിച്ച് നീക്കിയിട്ടുണ്ട്. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി ആയുർവേദവും വിവിധ തെറാപ്പികളും സംയോജിപ്പിച്ച സേവനങ്ങൾ നൽകുന്ന ആയുർവേദിക് ആൻഡ് തെറാപ്പറ്റിക് ഇന്റഗ്രേഷൻ ഫോർ ഡെവലപ്മെന്റൽ ആൻഡ് ഹെബിലിറ്റേറ്റീവ് ഇന്റർവെൻഷൻ എന്ന സംഘടനയുടെ 9ാമത് കേന്ദ്രം ചിമ്പുക്കാവിൽ ആരംഭിച്ചിരിക്കുന്ന സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങ് ഇന്ന് രാവിലെ 11 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ഇനിയൊരു ഇടവേള. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്,
ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. വെള്ളാനിക്കര കാർഷിക സർവകലാശാല സെൻട്രൽ ലൈബ്രറി ഹാളിൽ അന്താരാഷ്ട്ര സഹകരണ വർഷം ആഘോഷിച്ചു. പത്മശ്രീ പോൾ പോത്തൻ, കെ പോൾ തോമസ്, ഡോക്ടർ യോഗേന്ദ്രകുമാർ തുടങ്ങിയവരും, പി കെ സുരേഷ് കുമാർ, മെറീന പോൾ, ഇ ജെ രഞ്ജിത് കുമാർ, ജോർജ് തോമസ്, എ പ്രേമ തുടങ്ങിയവരും ആശംസകൾ നേർന്നു. ഇഫ്കോ നൽകുന്ന കാർഷിക സേവനങ്ങൾ സംബന്ധിച്ച് ഡോക്ടർ തരുണേന്ദു സിംഗ്, ഡോക്ടർ വി എം നിഷാൻ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ ശിശുവികസന വകുപ്പിന്റെയും പ്രത്യാശ ഫോർ ഇന്റഗ്രേറ്റഡ് സോഷ്യൽ ആക്ഷൻ എന്ന സംഘടനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ രാമവർമ്മപുരത്ത് പ്രവർത്തിക്കുന്ന പ്രത്യാശ ഹോമിലേക്ക് സൈക്കോളജിസ്റ്റ്, ക്ലീനിംഗ് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. റെഗുലർ കോളേജിൽ നിന്നും MSc സൈക്കോളജി അല്ലെങ്കിൽ MA സൈക്കോളജി ബിരുദവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്കും 5ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികയിലേക്കും അപേക്ഷിക്കാം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ യോഗ്യത, പ്രവൃത്തി പരിചയം, സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം തൃശൂർ രാമവർമ്മപുരത്തുള്ള വുമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോമിൽ ഒക്ടോബർ 30 ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0487 23 28 25. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശിയായ അതിഥി തൊഴിലാളിയെ മാള അന്നമ്മനടയിലെ താമസ സ്ഥലത്ത് നിന്നാണ് പിടികൂടിയത്. ആലത്തൂർ രവീന്ദ്രൻ എന്നയാളുടെ മാള വലിയ പറമ്പിലുള്ള നവരത്നം ജ്വല്ലറി വർക്ക്സ് എന്ന സ്ഥാപനത്തിന്റെ ലോക്ക് പൊളിച്ച് അകത്ത് കയറി ഷോക്കേസിൽ സൂക്ഷിച്ചിരുന്ന 1,58,000 രൂപ വില വരുന്ന 13 ഗ്രാം സ്വർണ്ണാഭരണവും മേശയിൽ സൂക്ഷിച്ചിരുന്ന 21,000 രൂപയും വില വരുന്ന 100 ഗ്രാം വെള്ളി ആഭരണവും കളവ് ചെയ്തുകൊണ്ടുപോയ സംഭവത്തിന് മാള പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ പ്രതിയായ വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശിയായ ജിബു ശങ്കർ എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. തെളിവെടുപ്പിനും മറ്റു നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കലോത്സവം 3ാം ദിവസവും പോരാട്ടവീര്യത്തോടെ കുട്ടികൾ വിവിധ ഇനങ്ങളിൽ മാറ്റുരയ്ക്കുന്നു. ഒല്ലൂർ സെന്റ് ആന്റണീസ് പള്ളിയിലെ മാലാഖയെ വണങ്ങാനും ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കുവാനും 10,000 എത്തുന്നു. തെക്കുംകര പഞ്ചായത്തിലെ ആറ്റുപുറം റോഡ് MLA സേവ്യ ചുറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മുടിക്കോട് പൊങ്ങണങ്ങാട് റോഡ് നിർമ്മാണം, മാടിക്കത്ര ചിറക്കാക്കോട് റീച്ചിന്റെ പണികൾ അതിവേഗം പുരോഗമിക്കുന്നു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഈ മാസം 28 വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ് അറിയിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.